Very good morning to all. Welcome back to the new day. Okay, I hope you are all studying very well. ഇന്ന് നമ്മൾ നമ്മുടെ ക്ലാസ് പാർട്സ് ഓഫ് സ്പീച്ച് കണ്ടിന്യൂ ചെയ്യുകയാണ്. ഇത് നമ്മുടെ 9ാമത്തെ ക്ലാസ് ആണ്. ഞാൻ എന്തിനാ അങ്ങനെ പറയുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതെങ്കിലും ക്ലാസ് അതിൻ്റെ ഇടയ്ക്ക് നിങ്ങൾക്ക് ലെഫ്റ്റ് ഔട്ട് ആയി പോയെങ്കിൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും. അതുകൊണ്ട് ഞാൻ പറയുന്നത് കേട്ടോ. ഓക്കെ, അപ്പം ഇന്നലെ നമ്മൾ പഠിച്ചത് yesterday we studied about the uses of the definite article. ഡെഫിനിറ്റ് ആർട്ടിക്കിൾ എവിടെയൊക്കെ ഉപയോഗിക്കണം, ഏത് സാഹചര്യത്തിൽ ഉപയോഗിക്കണം എന്നതിനെ കുറിച്ചാണ്. ആർട്ടിക്കിൾസ് എ ആൻഡ് ദ. ഡെഫിനിറ്റ് ആർട്ടിക്കിൾ ദ വേർഡ് ആർട്ടിക്കിൾ ദ ആണ്. അത് നമ്മൾ എവിടെയൊക്കെ ഉപയോഗിക്കണം എന്നതിനെ കുറിച്ചാണ് ഇന്നലെ ഡിസ്കസ് ചെയ്തത്. അപ്പൊ നമ്മൾ പറഞ്ഞു യൂസസ് ഓഫ് the definite article used before certain nouns which are very unique. അതായത് ഒന്ന് മാത്രമുള്ളത്, certain nouns which are very unique. അങ്ങനത്തെ ഒന്ന് മാത്രമുള്ളത്, കാരണം വേറെ ഇല്ല. അത് ദ മൂൺ ഒരെണ്ണല്ലേ ഉള്ളൂ. ദി എർത്ത്, ദ സ്കൈ, ദ യൂണിവേഴ്സ്, ദ വേൾഡ്. ഇതാണ് ഇവിടെയൊക്കെയാണ് നമ്മൾ മെയിനായിട്ടും ആർട്ടിക്കിൾ ഉപയോഗിക്കുന്നത്. പിന്നെ എവിടെയാണ് യൂസ്ഡ് ബിഫോർ എ നൗൺ വിച്ച് വാസ് ഓൾറെഡി മെൻഷൻഡ് ബിഫോർ. ഒരു സെന്റൻസിൽ നൗണ് ആദ്യമേ പറഞ്ഞിട്ടുണ്ടാകും. ആ നൗണിനെ കുറിച്ച് രണ്ടാമത്തെ സെന്റൻസിൽ പിന്നീട് നമ്മൾ പ്രതിപാദിക്കുമ്പോൾ നമ്മൾ എന്താ ഉപയോഗിക്കും കേട്ടോ. അപ്പം അതിന്റെ എക്സാമ്പിൾ ആണ് ഷീ റോട്ട് എ ന്യൂ സ്റ്റോറി. ആൻഡ് ഇവിടെ എ ന്യൂ സ്റ്റോറി is the noun and the story is thought provoking one. And the story, ആ കഥ ഒരു തോട്ട് പ്രൊവോക്കിംഗ് സ്റ്റോറി ആയിരുന്നു. ഇപ്പൊ നമ്മൾ ശ്രദ്ധിച്ചോ, ഇവിടെ സ്റ്റാർട്ടിങ് വിത്ത് നൗൺ, അതിനെ സ്പെസിഫൈ ചെയ്ത് പറയുമ്പോഴാണ് നമ്മൾ ദ സ്റ്റോറി. എല്ലാ കഥയല്ല, അവള് എഴുതിയ ആ പ്രത്യേക കഥ, അതാണ് അവിടെ സൂചിപ്പിക്കുന്നത്. പിന്നെ നമ്മൾ യൂസ്ഡ് ബിഫോർ അഡ്ജക്റ്റീവ്സ് ഇൻ ദി സൂപ്പർലേറ്റീവ് ഡിഗ്രി. സൂപ്പർലേറ്റീവ് ഡിഗ്രി വരുമ്പം അതിൻ്റെ കൂടെ എന്താ ഉപയോഗിക്കുന്നു. സൂപ്പർലേറ്റീവ് ഡിഗ്രി നമുക്കറിയാം, അഡ്ജക്റ്റീവ്സിന്റെ 3 ഫോമാണ്: അഡ്ജക്റ്റീവ്, കമ്പാരിറ്റീവ് ആൻഡ് സൂപ്പർലേറ്റീവ്. ഓക്കെ, ഓൾറൈറ്റ്. അപ്പൊ നമ്മള് അത് സൂപ്പർലേറ്റീവിന്റെ കൂടെ ഉപയോഗിക്കുന്നതാണ് ദ ഉപയോഗിക്കും. ഷീ ഈസ് ദ ഷോർട്ടസ്റ്റ് ഗേൾ ഇൻ അവർ ക്ലാസ്. Then next, Mr. Narayanan is the richest man in our village. ഇത് നമ്മൾ ഇന്നലെ പറഞ്ഞതാണ്, പക്ഷെ ഞാൻ ഒന്നും കൂടെ റിവൈസ് ചെയ്യുകയാണ് നിങ്ങൾക്ക് അതൊന്ന് ഓർത്തിരിക്കാൻ വേണ്ടിയിട്ട്. നെക്സ്റ്റ്, യൂസ്ഡ് ബിഫോർ certain വേർഡ്സ് ലൈക്ക്. ഈ വാക്കുകളുടെ മുമ്പിൽ നമ്മൾ ഇത് ഉപയോഗിക്കും. ഏതൊക്കെ വാക്കാന്ന് നോക്കാം. നെക്സ്റ്റ്, ലാസ്റ്റ്, അൾട്ടിമേറ്റ്, ഫസ്റ്റ്, സെക്കൻഡ്, എക്സെട്ര. നെഹ്റു വാസ് ദ ഫസ്റ്റ് പ്രൈം മിനിസ്റ്റർ ഓഫ് ഇന്ത്യ. വി വിസിറ്റഡ് ഹാംപി ഓൺ ദ ലാസ്റ്റ് ഡേ ഓഫ് അവർ ടൂർ. ഈ വാക്കുകളുടെ കൂടെ മുമ്പിൽ നമ്മൾ എന്താ ഉപയോഗിക്കും. പിന്നെ അടുത്തത്, യൂസ്ഡ് ബിഫോർ നൗൺസ് വിച്ച് റെപ്രസെന്റ് എ ക്ലാസ്. ഒരു പ്രത്യേക കാറ്റഗറിയിലുള്ള വിഭാഗത്തിനെ സൂചിപ്പിക്കുന്ന നൗണിന്റെ കൂടെ ഉപയോഗിക്കും. ദ ഹെൻ ലേസ് എഗ്സ്. ഇവിടെ ഹെന്നിനെ കുറിച്ചാണ് പ്രതിപാദിക്കുന്നത്, വേറെ മുട്ടയിടുന്ന ജീവികളെ കുറിച്ചല്ല, കോഴീനെ കുറിച്ച് മാത്രമാണ് ഇവിടെ പറയുന്നത്. അപ്പം ദ ഹെൻ ലേസ് എഗ്സ്. ഓക്കെ, ഇനി പ്രത്യേകം ശ്രദ്ധിക്കേണ്ട 2-3 പോയിന്റ്സ് ഉണ്ട്. അതിലോ നമ്പർ 1, the definite article the is not used before the word man when it represents the human race. മൊത്തം മനുഷ്യരാശിയെ പ്രതിനിധീകരിക്കാൻ വേണ്ടി മാൻ എന്ന വാക്ക് ഉപയോഗിക്കും. അതിന്റെ മുമ്പിലായിട്ട് നമ്മൾ ഈസ് നോട്ട് യൂസ്ഡ് ബിഫോർ ദ വേർഡ് മാൻ. മൊത്തം മനുഷ്യരാശിയെ പ്രതിനിധീകരിക്കുവാൻ വേണ്ടി നമ്മൾ എന്താ ഉപയോഗിക്കുന്നില്ല. ദ മാൻ ഈസ് ദ ഓൺലി ആനിമൽ ഹൂ ക്യാൻ ടോക്ക്. അത് റോങ് ആണ്. അതിന് പകരം നമ്മൾ എങ്ങനെയാ പറയണ്ടേ? മാൻ ഈസ് ദ ഓൺലി ആനിമൽ ഹു ക്യാൻ ടോക്ക്. ഇതിനകത്ത് നിങ്ങൾ ശ്രദ്ധിച്ചോ, ദ മാൻ നമ്മൾ പറയല്ല. മാൻ സ്പെഷ്യൽ ആണോ? അല്ല, എല്ലാ മനുഷ്യരും ഇല്ലേ. അപ്പം അവിടെ റോങ് ആണ് അത്. അതിന് പകരം നമ്മൾ എങ്ങനെ പറയണം? മാൻ ഈസ് ദ ഓൺലി ആനിമൽ ഹു ക്യാൻ ടോക്ക്. ഇവിടെ വരുമ്പോൾ കറക്റ്റ് ആണ്. അതായത്
വർത്തമാനം പറയാൻ പറ്റുന്ന ജീവികളിൽ ആകെ ഉള്ളതാണ് മനുഷ്യൻ. മനുഷ്യന് മാത്രമേ അതിന് സാധിക്കുന്നുള്ളൂ. ദ ഓൺലി ആനിമൽ ഹു ക്യാൻ ടോക്ക്. നമ്മളെ മൃഗത്തിനോടാണ് കമ്പയർ ചെയ്തേക്കുന്നത്. ഡോണ്ട് വറി അബൌട്ട് ദാറ്റ്. മാൻ ഈസ് ലിവിങ് ഹ്യൂമൻ, അല്ല, ഹ്യൂമൻ ബീയിങ്സിന് സാരമില്ല, അത് ഒരു പ്രയോഗമാണ്. ഡോണ്ട് വറി അബൌട്ട്. നെക്സ്റ്റ് വൺ. പിന്നെ നമ്മൾ അടുത്ത് ഉപയോഗിക്കുന്ന എവിടെയാണ്? യൂസ്ഡ് ബിഫോർ അഡ്ജക്റ്റീവ്സ് ടു ഇൻഡിക്കേറ്റ് എ ക്ലാസ് ഓഫ് പീപ്പിൾ. അതായത് ഒരു പ്രത്യേക വിഭാഗത്തിൽപ്പെട്ട ആൾക്കാരെ കാണിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ദ ഉപയോഗിക്കും. ദ റിച്ച്, ദ ഓണസ്റ്റ്, ദ ഇല്ലറ്ററേറ്റ്. ദ റിച്ച് എന്ന് പറഞ്ഞാൽ റിച്ച് പീപ്പിൾ, ദ ഓണസ്റ്റ് എന്ന് പറഞ്ഞാൽ ഓണസ്റ്റ് പീപ്പിൾ, ദ ഇല്ലറ്ററേറ്റ് എന്ന് പറഞ്ഞാൽ ഇല്ലറ്ററേറ്റ് പീപ്പിൾ. ഇല്ലറ്ററേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിദ്യാഭ്യാസം ഇല്ലാത്തവര്, അക്ഷരജ്ഞാനം ഇല്ലാത്തവരെന്നൊക്കെ പറയും കേട്ടോ. ലിറ്ററേറ്റ് ആണ് അതിന്റെ ഓപ്പോസിറ്റ്, ഇല്ലിറ്ററേറ്റ്. ഓക്കെ, അറിവില്ലാത്തത്. അക്ഷരജ്ഞാനം നല്ല ശരിക്കാണ് ഇല്ലിറ്ററേറ്റ്. നെക്സ്റ്റ് നമ്മൾ ഉപയോഗിക്കുന്ന എവിടെയാണ്? യൂസ്ഡ് ബിഫോർ ദ നെയിംസ് ഓഫ് മൗണ്ടൻ റേഞ്ചസ്, island groups, rivers, canals, oceans, seas, gulfs, straits, etc. ഇത് കാണാതെ തന്നെ പഠിക്കണം കേട്ടോ. നമ്മൾ എവിടെയാണ് ഇതിന്റെ ഈ വരുന്ന നെയിംസിന്റെ ഒക്കെ മുമ്പിൽ നമ്മൾ എന്താ ഉപയോഗിക്കും? ബിഫോർ ദ നെയിംസ് ഓഫ് മൗണ്ടൻ റേഞ്ചസ്, പർവ്വത നിരകള്. ഫോർ എക്സാമ്പിൾ ദ ആൽപ്സ്, അല്ലെ? പിന്നെ ഐലൻഡ് ഗ്രൂപ്പ്സ്, island Gulf of Mannar, then ഇവിടെ rivers, the Ganga, the Red Sea, then the Bering Strait, the Gulf of Mannar, ocean, the Arabian Sea. ഇങ്ങനെയാണ് നമ്മൾ ഈ സാധനങ്ങളുടെ കൂടെയൊക്കെ നമ്മൾ എന്തുപയോഗിക്കും? ദ ഉപയോഗിക്കും. അപ്പൊ പ്രത്യേകം ശ്രദ്ധിക്കുക, ഇതൊക്കെ എഴുതേണ്ടി വരുമോ? നമ്മൾ ഫ്യൂച്ചറിൽ നമുക്കിത് വളരെ ഉപകാരപ്രദമായിരിക്കും. അപ്പൊ അത് പ്രത്യേകം ശ്രദ്ധിച്ച് പഠിക്കണം കേട്ടോ. ആർട്ടിക്കിൾസ് ദ എവിടെയൊക്കെയാ ഉപയോഗിക്കേണ്ടത്, എവിടെ വേണ്ടാത്തത് എന്നതിനെ കുറിച്ച്. നെക്സ്റ്റ്, യൂസ്ഡ് ബിഫോർ ദ നെയിംസ് ഓഫ് ന്യൂസ് പേപ്പേഴ്സ്, ഹോളി ബുക്സ്, എപ്പിക്സ്, എക്സെട്ര. ഞാൻ ഇത് ഇന്നലെ പറഞ്ഞതാണ്. അപ്പം ഹോളി ബുക്സിന്റെ മുമ്പിലായിട്ട് ദ രാമായണ, ദ ബൈബിൾ, ദ ഹിന്ദു, പിന്നെ ന്യൂസ് പേപ്പർ ദ ഹിന്ദു, ദ ഹിന്ദുസ്ഥാൻ ടൈംസ്, എക്സെട്ര. എപ്പിക്സ് എന്ന് പറഞ്ഞാൽ ഇതിഹാസങ്ങൾ കേട്ടോ. അതിൻ്റെയൊക്കെ മുമ്പില് നമ്മള് എന്താ ഉപയോഗിക്കുന്നത്? ദ ഉപയോഗിക്കും. പിന്നെ യൂസ്ഡ് ബിഫോർ ദ നെയിംസ് ഓഫ് ഡെസേർട്സ്, ഫോറസ്റ്റ്, ട്രെയിൻസ്, ഹോട്ടൽസ്, എക്സെട്ര. ദ ഗ്രേറ്റ് ഇന്ത്യൻ ഡെസേർട്ട്, ദ ഗിർ ഫോറസ്റ്റ്, ദി ഐലൻഡ് എക്സ്പ്രസ് ട്രെയിൻ ആണ്. ദ ഹൈസിന്ത് ഹോട്ടൽ, അത് ഈ സ്ഥലങ്ങളെയൊക്കെ മെൻഷൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ദ ഉപയോഗിക്കുന്നു. ഓക്കെ, ഇത്രയാണ് നമ്മൾ ഇന്നലെ പഠിച്ചത്. ഇന്ന് നമ്മൾ തുടങ്ങുന്ന ഇവിടെ മുതലാണ്. ഒമിഷൻ ഓഫ് ദ ഡെഫിനിറ്റ് ആർട്ടിക്കിൾസ്. വാട്ട് ഈസ് ദിസ് ഒമിഷൻ? ഒമിഷൻ മീൻസ് ഒഴിവാക്കേണ്ട സാഹചര്യങ്ങൾ. ഡെഫിനിറ്റ് ആർട്ടിക്കിൾ വേണ്ടാത്ത സാഹചര്യങ്ങൾ, അല്ല, വേണ്ടാത്ത ഏതൊക്കെ അവസ്ഥകളിലാണ് നമുക്കിത് ഒഴിവാക്കാൻ പറ്റുന്നത്, വേണ്ടാതെ വരുന്നത് എന്നതിനെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. ഒമിഷൻ ഓഫ് ദ ഡെഫിനിറ്റ് ആർട്ടിക്കിൾ. ഓക്കെ, ബിഫോർ ദ നെയിംസ് ഓഫ് എ സിംഗിൾ മൗണ്ടൻ, പീക്ക്, ഐലൻഡ്, ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ നമുക്ക് ആർട്ടിക്കിളെ വേണ്ട. ശ്രീലങ്ക, എവറസ്റ്റ്, മൗണ്ട് എവറസ്റ്റ് എന്നേ പറയത്തുള്ളൂ. ദ മൗണ്ട് എവറസ്റ്റ് എന്ന് പറയത്തില്ല, തെറ്റാണ്. ദ നന്ദാദേവി എന്ന് പറയത്തില്ല. നന്ദാദേവി, നങ്ങ പർവ്വത്, ഇങ്ങനെയാണ് നമ്മൾ പറയുന്നത്. ഇതിനൊന്നും നമുക്ക് ആർട്ടിക്കിൾസ് വേണ്ട. ഡെഫിനിറ്റ് ആർട്ടിക്കിൾ, അതായത് ദ വേണ്ട. രണ്ടാമത് എവിടെ നമുക്ക് വേണ്ടാത്തത്? നെയിംസ് ഓഫ് പ്ലേസസ്, ഇന്ത്യ, മാംഗ്ലൂർ, രാജസ്ഥാൻ, ഇങ്ങനെയുള്ള പ്ലേസിന് മുമ്പായിട്ട് നമുക്ക് ദ ഇന്ത്യ നമ്മൾ പറയത്തില്ല, ദ കേരള നമ്മൾ പറയത്തില്ല അത്. ഓക്കെ, അപ്പം നെയിംസ് ഓഫ് പ്ലേസസിന്റെ മുമ്പിൽ നമുക്ക് ഇത് ആവശ്യമായിട്ട് വരുന്നില്ല. പിന്നെ മൂന്നാമതായിട്ട് വരുന്നത് ബിഫോർ അബ്സ്ട്രാക്ട് നൗൺസ്. അബ്സ്ട്രാക്ട് നൗൺസ് എന്ന് വെച്ചാൽ കാണാൻ പറ്റാത്ത, ഓക്കെ, cannot see. Abstract nouns means nouns which we cannot see. Honesty is the best policy. നമ്മൾ ദ ഓണസ്റ്റി എന്ന് പറയത്തില്ല. ഇവിടെ ഓണസ്റ്റി ആണ് നൗൺ. നമ്മൾ ദ ഓണസ്റ്റി എന്ന് പറയത്തില്ല. സത്യസന്ധതയാണ് ഏറ്റവും നല്ല
പോളിസി എന്നാണ് ഇതിന്റെ മീനിങ്. നമ്മൾ എന്താ പറയത്തില്ല, അതിന് പകരം എന്താ പറയാ, ഓണസ്റ്റി ഈസ് ദ ബെസ്റ്റ് പോളിസി. ഇന്നലെ ഞാൻ പറഞ്ഞിരുന്നു ഇതിന്റെ പ്രൊനൗൺസിയേഷനെ കുറിച്ച്. ഞാൻ എന്താ അങ്ങനെ പറയുന്നത് നിങ്ങൾക്ക് അറിയാമായിരിക്കും. ഞാൻ എന്താ അങ്ങനെ പറയുന്നതിന്റെ ഉദ്ദേശം എന്ന് വെച്ച് കഴിഞ്ഞാൽ പലരും ഇത് ഹോ ഹോ എന്നാണ് പറയുന്നത്. ഹോയല്ല, ഓയാണ്. വവൽ ഓയുടെ സൗണ്ട് ആണ് ഇവിടെ വരുന്നത്. അപ്പൊ നമ്മൾ ആൻ ഓണസ്റ്റി എന്നാണ് പറയേണ്ടത് കേട്ടോ. അപ്പൊ ഇവിടെ അതിന്റെ മുമ്പായിട്ട് നമ്മൾ ദ ആർട്ടിക്കിൾ ഉപയോഗിക്കുന്നില്ല. ഇനി ബിഫോർ ദ നൗൺസ് സച്ച് ആസ് ചേർച്ച്, ചർച്ച് എന്ന് പറയല്ല, അത് റോങ് ആണ്. ചേർച്ച്, ഹോസ്പിറ്റൽ, സ്കൂൾ, കോളേജ് എക്സെട്ര, ഇത് ഇങ്ങനെയുള്ള സ്ഥലത്തിന് മുമ്പായിട്ട്, അതായത് ബിഫോർ ദീസ് പ്ലേസസ് നൗൺസ്, ബിഫോർ ദീസ് നൗൺസ് പ്ലേസസ് നമ്മൾ ഡെഫിനിറ്റ് ആർട്ടിക്കിൾ ഉപയോഗിക്കുന്നില്ല. നിങ്ങൾ ഉപയോഗിക്കാത്ത എവിടെയാന്നൊക്കെ ഒന്ന് നന്നായിട്ട് മനസ്സിലാക്കി വെക്കണം. അപ്പൊ നിങ്ങൾക്ക് അതിന്റെ വിപരീതമായിട്ട് ഉപയോഗിക്കുന്നത് അവിടെ മനസ്സിലാകുമല്ലോ. അപ്പൊ അതുകൊണ്ട് അതായിരിക്കും കുറച്ചുകൂടി എളുപ്പം മനസ്സിലാക്കാൻ പറ്റുന്നതാണ്. ഉപയോഗിക്കേണ്ടാത്തത് കുറച്ചല്ലേ ഉള്ളൂ. അപ്പൊ ബാക്കി നമുക്കറിയാം ഓട്ടോമാറ്റിക് ആയിട്ട് ഉപയോഗിക്കേണ്ടതാണ്. ഓക്കെ, വിസിറ്റഡ് ഫോർ ദ when they are okay, etc., when they are visited for the purpose for which they are constructed. However, when one visits any of these places for any other purpose, that should be used. നമ്മളോട് പറഞ്ഞ ഇങ്ങനെയുള്ള സ്ഥലങ്ങളുടെ മുമ്പില് ദ ആർട്ടിക്കിൾ ദ വേണ്ട എന്നാണ്. പക്ഷെ നമ്മളൊരു പർപ്പസിന്, ഒരു ഉദ്ദേശത്തോടു കൂടി ഈ സ്ഥലങ്ങൾ വിസിറ്റ് ചെയ്യുമ്പം എന്താണ്, മസ്റ്റായിട്ടും ദ ഉപയോഗിക്കണം. ഒന്നും കൂടെ, വിസിറ്റഡ് ഫോർ ദ പർപ്പസ് ഫോർ വിച്ച് ദേ ആർ കൺസ്ട്രക്റ്റഡ്. ഈ ഓരോ സ്ഥാപനങ്ങളും ഓരോരോ ഉദ്ദേശം കാണും. ആ ഉദ്ദേശത്തിന് നമ്മൾ അവിടെ വിസിറ്റ് ചെയ്യുമ്പോൾ നമ്മൾ എന്താ മസ്റ്റായിട്ട് ഉപയോഗിച്ചിരിക്കണം. However, when one visits any of these places for any other purpose, that should be used. നമ്മൾ ഈ സ്ഥലങ്ങൾ വിസിറ്റ് ചെയ്യുമ്പോൾ ഡെഫിനറ്റ് ആയിട്ട് നമ്മൾ ആ വിസിറ്റ് ചെയ്തതിനെ കുറിച്ച് സൂചിപ്പിക്കാൻ പറയുമ്പോൾ നമ്മൾ ദ ഡെഫിനറ്റ് ആർട്ടിക്കിൾ ദ സർട്ടൻലി ഉപയോഗിച്ചിരിക്കണം. ഷീ വെന്റ് ടു സ്കൂൾ, ഇതിനാണ് പഠിക്കാൻ, അവിടെ ദ വേണ്ട. അതേസമയം നെക്സ്റ്റ് നോക്കണേ, നിങ്ങൾ നോക്കണേ, ഷീ വെന്റ് ടു ദ സ്കൂൾ ടു വിസിറ്റ് ദ പ്രിൻസിപ്പൽ. മനസ്സിലായോ? ഇങ്ങനെ പറയുമ്പോൾ നമ്മൾ ഡെഫിനറ്റ് ആയിട്ടും ഡെഫിനറ്റ് ആർട്ടിക്കിൾ ഉപയോഗിച്ചിരിക്കണം. സ്കൂളില് പ്രിൻസിപ്പളിനെ വിസിറ്റ് ചെയ്യാൻ പോയി, പഠിത്തത്തിന് പോകുമ്പോൾ അതിന്റെ ആവശ്യം ഇതാ വേണ്ട. അത് ഷീ വെന്റ് സ്കൂൾ, മനസ്സി, അത് മതി. ഷീ വെന്റ് ടു ദ സ്കൂൾ ടു വിസിറ്റ് ദ പ്രിൻസിപ്പൽ. ദ സ്കൂൾ ടു വിസിറ്റ് ദ പ്രിൻസിപ്പൽ. മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് വൺ, നെക്സ്റ്റ് നമ്മള് next, when the word work is used to indicate a place of work. Work, ഒരു place of work ആയിട്ട് indicate ചെയ്യുമ്പോൾ she is on her way to work. Okay, when the word home is used alone, but when the word home is described by the phrase or word, that should be used. ഇവിടെ we went home together, അതിനകത്ത് ദാ ഇല്ല, പക്ഷേ the home for the disabled, ആയവരുടെ വീട്. ഓക്കെ, അംഗപരിമിതരുടെ ഭവനം. Alright. Next, when a person speaks about his or her own town, അപ്പൊ എന്താ ചെയ്യേണ്ടത് നോക്കാം. We are going to buy some vegetables. ഇവിടെ നമുക്ക് ആവശ്യമില്ല. Then, before certain idiomatic expressions, idioms എന്ന് പറഞ്ഞാൽ പഴഞ്ചൊല്ല്, like at sea, at noon, at night, on foot, by hand, ഈ പഴഞ്ചൊല്ലുകളുടെ പ്രയോഗത്തിന് ആവശ്യമില്ല. പിന്നെ the definite article that is not used before institutions that are named after places or persons. ആൾക്കാരുടെയോ പ്ലേസിന്റെയോ പേരിൽ കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്ന ഇൻസ്റ്റിറ്റ്യൂഷന്റെ മുമ്പിൽ ഈ ഡെഫിനിറ്റ് ആർട്ടിക്കിൾ ഉപയോഗിക്കുകയില്ല. ഫോർ എക്സാമ്പിൾ, കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റി, ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റി, കേരള യൂണിവേഴ്സിറ്റി നമ്മൾ പറയത്തൊന്നുമില്ല ദ കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റി. നോ, ജസ്റ്റ് we don't use the article the. But
If the term university is followed by a name of any place, the is used. ഇവിടെ എന്താ പറയുന്നത്? ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആർ നെയിംഡ് ആഫ്റ്റർ പ്ലേസസ് ഓർ പേഴ്സൺസ് ദ വേണ്ട എന്നാണ് പറഞ്ഞത്. പക്ഷെ ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചോ, യൂണിവേഴ്സിറ്റി term university is followed by a name of any place, the is used. ഇവിടെ പറയുന്നത് any പ്ലേസിന്റെ മുമ്പിൽ വേണമെന്നാ പറയുന്നത്. The University of Kerala, the University of Cambridge. കേരള യൂണിവേഴ്സിറ്റി എന്ന് പറയുമ്പം വേണ്ട. അതേസമയം the University of Kerala, okay, the University of Cambridge, the University of Oxford, അതുപോലെ അങ്ങനെ പറയുമ്പം ഇതിന്റെ കൂടെ വേണം. പ്ലേസിനെ സൂചിപ്പിച്ച് ചെയ്ത് പറയുമ്പം വേണം. The University of Kerala, ഇവിടെ പ്ലേസിനല്ല പ്രാധാന്യം കൊടുക്കുന്നത്. കേരള യൂണിവേഴ്സിറ്റി, കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റി, ദ യൂണിവേഴ്സിറ്റി ഓഫ് കേംബ്രിഡ്ജ്. അതേസമയം സ്ഥലത്തിന്റെ പേര് പറഞ്ഞു തുടങ്ങുന്ന യൂണിവേഴ്സിറ്റികളിൽ വേണ്ട. ഇവിടെ യൂണിവേഴ്സിറ്റിയുടെ പേര് പറഞ്ഞ സ്ഥലത്തിൽ അവസാനിക്കുന്നതിന് വേണം. ഓക്കെ, ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ഇനി നമ്മൾ അടുത്ത പാർട്സ് ഓഫ് സ്പീച്ചിലേക്ക് കടക്കുകയാണ്. നമ്മളിപ്പോ ഇത്രയും ദിവസം കൊണ്ട് 8 ക്ലാസ് കൊണ്ട് നമ്മൾ ചെയ്ത 2 പാർട്സ് ഓഫ് സ്പീച്ച് ആണ്. അതിന്റെ വെറൈറ്റി ഡിഫറെന്റ് ലെവലാണ് നമ്മൾ കണ്ടത്. നമ്മൾ നൗൺ കണ്ടു, വെർബ് കണ്ടു. ഇനി അടുത്ത പാർട്സ് ഓഫ് സ്പീച്ച് ആണ് അഡ്വേർബ്സ്. അഡ്വേർബ്സ് എന്ന് പറഞ്ഞാൽ വേർഡ് ദാറ്റ് ഡിസ്ക്രൈബ്സ് വെർബ്. അഡ്വേർബ് വെർബ് കണക്റ്റഡ് ആണ്, അഡ്ജക്റ്റീവ് നൗണും കണക്റ്റഡ് ആണ് കേട്ടോ. അഡ്ജക്റ്റീവ് ഡിസ്ക്രൈബ്സ് ദ നൗൺ, അഡ്വേർബ് ഡിസ്ക്രൈബ്സ് ദ വെർബ്. ഓക്കെ, സോ അഡ്വേർബ്സ് എന്താണെന്ന് നോക്കാം. റീഡ് ദ ഫോളോയിങ് സെന്റൻസസ്. സന്ധ്യ ലാവ്സ് ലൗഡ്ലി. സന്ധ്യ വളരെ ഉച്ചത്തിൽ ചിരിച്ചത്. ഷീ ഈസ് വെരി ക്ലെവർ ഓഫീസർ. വളരെ ബുദ്ധിയുള്ള ഒരു ഓഫീസറാണ് അവള്. Let us analyze the two words loudly and very. ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചോ, loudly, very, ഇറ്റാലിക്സിൽ ഇട്ടിട്ടുണ്ട് ഈ 2 വേർഡ്. In the first sentence, the verb laugh is modified by the word loudly. ഇവിടെ സബ്ജക്റ്റ് സന്ധ്യയാണ്, അത് നൗൺ ആണ്, അതൊന്നും ചെയ്യാനില്ല, നമുക്ക് അവിടെ നിൽക്കട്ടെ. Then laughs ആണ് വെർബ്. വെർബിനെ ഡിസ്ക്രൈബ് ചെയ്യുന്നതാണ് അഡ്വർബ്. അപ്പൊ അത് ശ്രദ്ധിക്കണം കേട്ടോ. ഒരു സെന്റൻസ് കിട്ടിയാൽ അതിൽ ഏതാണ് വെർബ് എന്ന് കണ്ടുപിടിക്കണം. ആക്ഷൻ വേർഡ്സ് ആണ് വെർബ്. പിന്നെ വെർബ് തന്നെ വേറെ ഉണ്ട്, സപ്പോർട്ടിങ് വെർബ് ഉണ്ട്, ലിങ്കിങ് വെർബ് ഉണ്ട്. ആക്ഷൻ മാത്രം ആകുകയല്ല, അതൊക്കെ കൂടെ മനസ്സിലാക്കി വേണം. ഇവിടെ മെയിൻ വെർബാണ് ഉദ്ദേശിക്കുന്നത്. മെയിൻ വെർബിനെയാണ് ഡിസ്ക്രൈബ് ചെയ്ത് പറയുന്നത് കേട്ടോ. മെയിൻ വെർബിനെ മാത്രമല്ല ഡിസ്ക്രൈബ് ചെയ്യുന്നത് ഇതിനകത്ത്, ഈ സെന്റൻസിൽ. സന്ധ്യ ലാഫ്സ്. ലാഫിംഗ് ഈസ് ദ ആക്ഷൻ, ലാഫ്സ് ഈസ് ദ വെർബ്. എങ്ങനെയാണ്? ഹൗ ഡസ് ഷീ ലാഫ്? ലൗഡ്ലി. അപ്പൊ നമ്മൾ അപ്പൊ തന്നെ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കണം, ഹൗ. നമുക്ക് ആൻസർ കിട്ടും, ഉച്ചത്തില്. അപ്പൊ അതാണ് അഡ്വർബ്. സാധാരണ അഡ്വർബ് അവസാനിക്കുന്നത് എപ്പോഴും LY-ലായിരിക്കും. ഇവിടെ കണ്ടോ, നിങ്ങൾ ശ്രദ്ധിച്ചോ, ഇത് അഡ്വർബ് അവസാനിക്കുന്നത് LY-ലാണ്. സാധാരണ അഡ്വർബ്സ് അവസാനിക്കുന്നത് LY-ലാണ്. എല്ലാ അഡ്വർബും LY-ൽ അവസാനിക്കണം എന്നില്ല, പക്ഷെ ജനറലി കോമൺലി ഇറ്റ് എൻഡ്സ് ഇൻ LY. ഒക്കെ പ്രത്യേകം നോട്ട് ചെയ്തു വെക്കണം കേട്ടോ. ഷീ ഈസ് വെരി ക്ലെവർ ഓഫീസർ. അപ്പൊ ഇതില് സിമിലർലി ദി അഡ്ജക്റ്റീവ് ക്ലെവർ ഈസ് മോഡിഫൈഡ് ബൈ ദ വേർഡ് വെരി. ഇതിനകത്ത് ക്ലെവർ ആണ് അഡ്ജക്റ്റീവ്. അഡ്ജക്റ്റീവ് എന്ന് പറഞ്ഞാൽ ഡിസ്ക്രൈബ്സ് ദ നൗൺ. അപ്പം ഇവിടെ ഇതിനെ മോഡിഫൈ ചെയ്ത് പറഞ്ഞിരിക്കുന്ന വേർഡാണ് വെരി. വേർഡ്സ് സച്ച് ആസ് ലൗഡ്ലി ആൻഡ് വെരി ആർ കോൾഡ് അഡ്വേർബ്സ്. ഇതിനകത്ത് ലൗഡ്ലിയും വെരി ആണ് അഡ്വേർബ്സ് ആയി വരുന്നത്. ഇനി അഡ്വേർബ്സ് എന്താന്ന് നോക്കാം. അഡ്വേർബ്സ് ആർ വേർബ്സ്. Adverbs are words which modify a verb or an adjective. Okay, modifies വെർബിനെ അല്ലെങ്കിൽ അഡ്ജക്റ്റീവിനെ മോഡിഫൈ ചെയ്യുന്നതാണ് അഡ്വർബ് എന്ന് പറയുന്നത്. വെർബിനെ മാത്രമല്ല, അഡ്ജക്റ്റീവിനെയും കൂടെ, രണ്ടിനെയും, വെർബിനെയും അഡ്ജക്റ്റീവിനെയും കൂടെ മോഡിഫൈ ചെയ്ത് പറയുന്നതിനെയാണ് adverb എന്ന് പറയുന്നത്. Describes about the verb, also about the adjective. Okay, it is also used to modify another adverb. 3 കാര്യം ഇവിടെ
അഡ്വർബ് ചെയ്യുന്നുണ്ട്. ഒന്ന് modifies the verb, രണ്ടാമത്തെ it modifies the adjective, മൂന്നാമത് it modifies the another adverb. ഒരു സെന്റൻസിൽ തന്നെ രണ്ട് അഡ്വർബ് ഉണ്ടാവും. അപ്പൊ ഒരു അഡ്വർബിനെ വീണ്ടും മോഡിഫൈ ചെയ്ത് പറയുന്നത് അങ്ങനെയുണ്ട് കേട്ടോ. മോഡിഫൈ അനദർ അഡ്വർബ്. അപ്പൊ ഇവിടെ അഡ്വർബിന്റെ ഡ്യൂട്ടി എന്തൊക്കെയാണ്? അത് വെർബിനെ മോഡിഫൈ ചെയ്ത് പറയുന്നു, അഡ്ജക്റ്റീവിനെ മോഡിഫൈ ചെയ്ത് പറയുന്നു, പിന്നെ വീണ്ടും ഒരു അഡ്വർബിനെ ഇത് മോഡിഫൈ ചെയ്ത് പറയുകയാണ്. ഓക്കെ, ഇവിടെ നോക്കാം. ഷി വാക്ക്ഡ് ഈവൻ മോർ റാപ്പിഡ്ലി. അവള് ഒന്ന് ശ്രദ്ധിക്കുക കേട്ടോ ഈ സെന്റൻസ്. ഷി വാക്ക്ഡ് ഈവൻ മോർ റാപ്പിഡ്ലി. ഇതില് the adverb more is modified by the word even. ഓർക്കുന്നുണ്ടോ? more adverbs നമ്മൾ auxiliary verbs, lexical verbs, linking verbs എന്നൊക്കെ പറഞ്ഞു more. ഇവിടെ adverb more adverb ആണ് is modified by the word even. അതായത് ഇവിടെ രണ്ട് വെർബ് വരുന്നുണ്ട്, ഈവനും മോറും. ഈ മോർ അഡ്വർബാണ്, അതിനെ മോഡിഫൈ ചെയ്ത് പറയുന്നതാണ് ഈവൻ. അപ്പം അഡ്വർബിന് 3 ഡ്യൂട്ടി ഉണ്ട്. വെർബിനെ മോഡിഫൈ ചെയ്ത് പറയുന്നു, അഡ്ജക്റ്റീവിനെ മോഡിഫൈ ചെയ്ത് പറയുന്നു, അഡ്വർബിനെ തന്നെ അഡ്വർബ് മോഡിഫൈ ചെയ്ത് പറയും. 3 ഡ്യൂട്ടി വരും. അപ്പൊ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. ഇവിടെ അഡ്വർബാണ് മോർ. ഈ സെന്റൻസിന് വരുന്ന അഡ്വർബ് മോർ. ഓക്കെ, ഇതിനകത്ത് വരുന്ന മോറാണ് ഇതിലെ അഡ്വർബ്. ഓക്കെ, അതിനെ ഈവൻ കൊടുത്ത് മോഡിഫൈ ചെയ്തിരിക്കുകയാണ്. ഇതില് മോർ അഡ്വർബ്, ഈവൻ മോഡിഫൈ ചെയ്ത്, രണ്ടും വെർബാണ് കേട്ടോ. അതിനെയാണ് നമ്മൾ അഡ്വർബ് എന്ന് പറയുന്നത്. Adverbs are usually formed by adding ly. ഞാൻ അത് പറഞ്ഞു ഓൾറെഡി, ഞാൻ പറഞ്ഞതാണ്. അഡ്വേർബ്സ് എപ്പോഴും മോഡിഫൈ ചെയ്യുന്നത് എങ്ങനെ? ly ഉപയോഗിച്ചാണ് അഡ്വേർബ് മോഡിഫൈ ചെയ്യുന്നത്. ly എൻഡിങ് ഉണ്ടാകും, എല്ലായിടത്തും കാണുകയല്ല. സാധാരണ അഡ്വേർബ്സ് എൻഡ്സ് ഇൻ ly. ഓക്കെ, വേറെ ഉണ്ട് അല്ലാത്തത്. സാധാരണ ഞാൻ പറഞ്ഞു. ഇതിൽ റെസ്പെക്ട്, റെസ്പെക്ട്ഫുള്ളി, kind, kindly, high, highly, angry, angrily. നിങ്ങൾ ശ്രദ്ധിച്ചു കാണുമല്ലോ, എല്ലാത്തിനും എൻഡിങ് വിത്ത് ly. ഓക്കെ, ലൗഡ്, നോട്ട് ഫിനിഷ്ഡ്, ലൗഡ്, loudly, easy, easily, wise, wisely ആണ് സാധാരണ ഈ ടെൻസ് ഇൻ ly. നമുക്ക് മനസ്സിലായി എന്താണ് അഡ്വർബ്. അഡ്വർബ്സ് ആർ വേർഡ്സ് ദാറ്റ് ഡിസ്ക്രൈബ്സ് വെർബ്, adjective or another adverb, modifies another adverb. Usually adverbs ends in ly. ഓക്കെ, അത്രയും ഷോർട്ട് ആയിട്ട് അത്രയും മനസ്സിലാക്കി വെക്കുക. ഇനി പൊസിഷൻ ഓഫ് അഡ്വർബ്. അഡ്വർബിന്റെ പൊസിഷൻ ആണ് ഇനി നമ്മൾ അടുത്ത് പറയാൻ പോണേ. ഇമ്പോർട്ടന്റ് ആണ്, ശ്രദ്ധിക്കണം. അഡ്വർബ് എന്താണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ അത് എവിടെയൊക്കെയാണ് ഉപയോഗിക്കേണ്ടത് എന്ന് നമ്മൾ ഓട്ടോമാറ്റിക് ആയിട്ട് നമുക്ക് മനസ്സിലാവും. അപ്പൊ അഡ്വർബ് ഒന്നുമല്ല, ഇറ്റ് ഡിസ്ക്രൈബ്സ് ദ വെർബ്. വെർബിനെ കുറിച്ചോ നൗണിനെ കുറിച്ചോ അല്ലെങ്കിൽ അഡ്ജക്റ്റീവിനെ കുറിച്ചോ പിന്നെ വേറൊരു വെർബിനെ കുറിച്ചോ മോഡിഫൈ ചെയ്ത് ഡിസ്ക്രൈബ് ചെയ്ത് പറയുന്ന വേർഡിനെയാണ് അഡ്വർബ് എന്ന് പറയുന്നത്. സാധാരണ അഡ്വർബ്സ് ലാണ് അവസാനിക്കാറുള്ളത്. ഓക്കെ, ഇനി അടുത്ത പാട്ടിലേക്ക് കടക്കാം നമുക്ക്. പൊസിഷൻ ഓഫ് അഡ്വർബ്സ്. കുറെ പൊസിഷൻസ് ഓഫ് അഡ്വർബ്സ് ഉണ്ട്. അഡ്വർബ്സ് ഓഫ് മാനർ, അഡ്വർബ് ഓഫ് പ്ലേസ്, പിന്നെ അഡ്വർബ് ഓഫ് ടൈം, അഡ്വർബ് ഓഫ് ഫ്രീക്വൻസി, അഡ്വർബ് ഓഫ് ഡിഗ്രി. ദെൻ അത്രയുണ്ട്. 1, 2, 3, 4, 5 ഉണ്ട്. അപ്പൊ നിങ്ങൾ 5നും ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. അഡ്വർബ്സ് ഓഫ് മാനർ. ഓക്കെ, മാനർ എന്ന് പറഞ്ഞാൽ എന്താന്ന് നോക്കാം. ഇഫ് ദ വെർബ് ഈസ് intransitive, the adverb of manner are usually placed after it.
if the verb is intransitive. Intransitive എന്ന് പറഞ്ഞാൽ ഞാൻ ഇന്നലെ നിങ്ങൾക്ക് വളരെ ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് തന്നതാണ് ട്രാൻസിറ്റീവ് ആൻഡ് intransitive verbs. Transitive verb is a verb which requires an object. ഇങ്ങനെയുള്ള വെർബിന് ഒബ്ജക്റ്റ് ആവശ്യമാണ്. ഒബ്ജക്റ്റ് ആവശ്യമുള്ള വെർബാണ് ട്രാൻസിറ്റീവ്. ഇവിടെ ഇൻട്രാൻസിറ്റീവ് ആ പറഞ്ഞേ. അപ്പൊ ഇതിന് object ആവശ്യമില്ല. If the verb is intransitive, meaning there is no object ആവശ്യമില്ല ഇവിടെ. ആരോടാണ് നമ്മൾ പ്രവൃത്തി ചെയ്യുന്നത്, അതാണ് ഈ ഒബ്ജക്റ്റ്. സബ്ജക്റ്റ് മസ്റ്റ് ആയിട്ട് വേണം. അപ്പൊ ഇവിടെ അത് വരുന്നില്ല. ഇൻട്രാൻസിറ്റീവിന് ഒബ്ജക്റ്റ് ഇല്ല. ഓക്കെ, ഇഫ് ദ വെർബ് ഈസ് ഇൻട്രാൻസിറ്റീവ്, വെർബ് ഇൻട്രാൻസിറ്റീവിലാണെങ്കിൽ ദി അഡ്വർബ് ഓഫ് മാനർ are usually placed after it. കണ്ടോ ഇവിടെ she walked carefully. she walked carefully എന്നുള്ളൂ. നിങ്ങൾ ശ്രദ്ധിച്ചോ? എങ്ങോട്ടാ പോയേ, എവിടെയാ പോയേ, അതൊന്നും പറയുന്നില്ല. അതാണ് ഒബ്ജക്റ്റ് അവിടെ ഇല്ല. അവള് നടന്നു, ശ്രദ്ധയോടെ നടന്നു. എങ്ങോട്ടാ, എവിടെയാ, ഒന്നും നമുക്ക് ഇവിടെ ഡീറ്റെയിൽ വരുന്നില്ല. അതാണ് അവിടെ ഒബ്ജക്റ്റ് ഇല്ല. അതാണ് ഇൻട്രാൻസിറ്റീവ് വെർബ്. അപ്പൊ നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇങ്ങനെ മാനർ കാണിക്കാൻ വേണ്ടി, മാനർ തന്നെ രീതി, സ്വഭാവം കാണിക്കുന്നതാണ് അഡ്വേർബ്സ് ഓഫ് മാനർ. അപ്പൊ ഷി വാക്ക്ഡ് കെയർഫുള്ളി. നമ്മളിവിടെ എവിടെയാ എഴുതണ്ടേ? ഇതിന്റെ മാനർ യൂഷ്വലി, adverbs of manner are usually placed after the intransitive verb. ഇവിടെ നമ്മുടെ intransitive verb is walked. അതിന്റെ ശേഷമാണ് നമ്മൾ adverb എഴുതേണ്ടത്. മനസ്സിലായി എന്ന് കരുതുന്നു. She sang loudly. Sang is a intransitive verb. Loudly is the adverb. Clear ആയി എന്ന് കരുതുന്നു കേട്ടോ. She sang loudly. അവൾ ഉച്ചത്തില് പാടി. മനസ്സിലായി കാണുമെന്ന് കരുതുന്നു. ഇൻട്രാൻസിറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കൽ കൂടി ഞാൻ പറയുകയാണ്, ഓബ്ജക്റ്റ് ഇല്ല. അതേസമയം ട്രാൻസിറ്റീവ് വെർബിന് ഓബ്ജക്റ്റ് ഉണ്ട്. നെക്സ്റ്റ്, ഇഫ് ദ വെർബ് ഈസ് ട്രാൻസിറ്റീവ്, അവിടെ ഓബ്ജക്റ്റ് വേണം. The adverb of manner are placed after the object. മനസ്സിലായോ? ഈ ഫസ്റ്റ് സെന്റൻസില് ഒബ്ജക്റ്റ് ഇല്ലാത്തത് കൊണ്ട് അഡ്വർബ് പ്ലേസ് ചെയ്തത് ലാസ്റ്റ് ആണ്. അതായത് വെർബിന്റെ ആഫ്റ്റർ, ഇമ്മീഡിയറ്റ്ലി ആഫ്റ്റർ വെർബ് അഡ്വർബ് പ്ലേസ്ഡ്. അതേസമയം ട്രാൻസിറ്റീവ് വെർബിന് ഓബ്ജക്റ്റ് ഉണ്ട്, അതുകൊണ്ട് അഡ്വർബ് നമ്മൾ എവിടെയാ പ്ലേസ് ചെയ്യുന്നത്? അല്ല, ഇഫ് ദ വെർബ് ഈസ് ട്രാൻസിറ്റീവ്, ദ അഡ്വർബ്സ് ഓഫ് മാനർ ആർ പ്ലേസ്ഡ് ആഫ്റ്റർ ദി ഓബ്ജക്റ്റ്. ഒബ്ജക്റ്റിന് ശേഷം. ഇവിടെ ഒബ്ജക്റ്റിൽ, ഇവിടെ വെർബാണ്, ഇവിടെ ഒബ്ജക്റ്റ് വരുന്നുണ്ട് അതിനുശേഷം. ഷീ ഓപ്പൺഡ് ദ ഡോർ ജെന്റ്ലി. ഇവിടെ ഒബ്ജക്റ്റ് ഏതാണെന്ന് പറയാമോ? ഓക്കെ, ഇവിടെ ഒബ്ജക്റ്റ് ഡോർ ആണ്. മനസ്സിലായോ? ഇവിടെ ഒബ്ജക്റ്റിന് ശേഷമാണ് ഇവിടെ അഡ്വർബ്. ഇവിടെ അതേസമയം ഫസ്റ്റ് ഇൻട്രാൻസിറ്റീവ് വെർബിൽ നിങ്ങൾ ശ്രദ്ധിച്ചോ? ഒബ്ജക്റ്റ് ഇല്ല. അപ്പം വെർബിന് ശേഷം അഡ്വർബ് എഴുതി ഓട്ടോമാറ്റിക് ആയിട്ട്. രണ്ടാമത്തെ സെന്റൻസിൽ ട്രാൻസിറ്റീവ് വെർബിലും ഒബ്ജക്റ്റ് ഉണ്ട്, അതുകൊണ്ട് നമ്മൾ ഒബ്ജക്റ്റിന് ശേഷമാണ് അഡ്വർബ് ഉപയോഗിച്ചത്. ഷി ഓപ്പൺ ദ ഡോർ. ഹൗ ഡിഡ് ഷി ഓപ്പൺ ദ ഡോർ? ജെന്റ്ലി. ഓക്കെ, ഓൾറൈറ്റ്. മനസ്സിലായെന്ന് വിചാരിക്കുന്നു കേട്ടോ. മനസ്സിലാക്കണേ പ്ലീസ്. നെക്സ്റ്റ് ആണ് ഷീ എയ്റ്റ് ദ സ്വീറ്റ്സ് ഹറിഡ്ലി. പെട്ടെന്ന് അവള് മിഠായി, മധുരം പെട്ടെന്ന് കഴിച്ചു. ഓക്കെ, ഷീ എയ്റ്റ് ദ സ്വീറ്റ്സ് ഹറിഡ്ലി, മീനിങ് ഇവിടെ ഷീ എയ്റ്റ് ദ സ്വീറ്റ്സ് ഹറിഡ്ലി. ഇതിനകത്ത് ഇവിടെ നിങ്ങൾക്ക് വരുന്നുണ്ട് ഒബ്ജക്റ്റ്. ഓക്കെ, ഷീ ate the sweets hurriedly. ഇതാണ് നമ്മുടെ അഡ്വർബ്. How did she eat? She ate hurriedly. What did she eat? She ate the sweets. How did she eat the sweets? Hurriedly. Okay, so that is intransitive verb and this is the adverb. Next, if the adverbs such as stupidly, generously, foolishly, kindly, etc., adverbs related to character. നമ്മൾ ഇത്രയും നേരം പറഞ്ഞത് അഡ്വർബ്സ് റിലേറ്റഡ് ടു മാനർ. ഇതൊക്കെ മാനർ ആണ്. ഓക്കെ, ഹാർഡ്, ലൗഡ്ലി, ഹാർഡ്ലി. ഇതിനകത്ത്
adverb related to character, adverbs related to character are placed before the verb. It applies to the action. However, there occurs a change in meaning if it is placed after the verb or object. നോക്കാം ഇങ്ങനെയുള്ള സ്വഭാവങ്ങൾ, അതായത് സ്റ്റുപ്പിഡ്ലി, ജനറസ്ലി, ഫൂളിഷ്ലി, കൈൻഡ്ലി, ഇതൊക്കെ ഒരു ക്യാരക്ടറാണ്, സ്വഭാവങ്ങളാണ്. ഇതെവിടെയാ ഉപയോഗിക്കുന്നത്? ആർ പ്ലേസ്ഡ് ബിഫോർ ദ വെർബ്, വെർബിന് മുമ്പിലായിട്ടാണ് ഇത് ഉപയോഗിക്കുന്നത്. ഇറ്റ് അപ്ലൈസ് ടു ദി ആക്ഷൻ. നോക്കാം. ഷീ ടോക്ക്ഡ് ടു ദ പുവർ ലേഡി കൈൻഡ്ലി. ഓക്കെ, അപ്പൊ ഇവിടെ ടോക്ക്ഡ് വെർബാണ്. എങ്ങനെ? കൈൻഡ്ലി. അപ്പൊ ഇവിടെ നമ്മൾ പ്ലേസ്ഡ് ബിഫോർ ദ വെർബ്, ബിഫോർ ആ വെർബിന് ബിഫോർ ദ വെർബാണ് ഇവിടെ അഡ്വർബ് ഉപയോഗിച്ചിരിക്കുന്നത്. ടോക്ക്ഡ് ടു ദ പുവർ ലേഡി കൈൻഡ്ലി. ഷി ടോക്ക് ടു ദ പുവർ ലേഡി കൈൻഡ്ലി. അപ്പൊ നിങ്ങൾ നോക്കിക്കേ, ഷി കൈൻഡ്ലി ടോക്ക്ഡ് ടു ദ പുവർ ലേഡി. കണ്ടോ? ഷി കൈൻഡ്ലി ടോക്ക്ഡ്. ഇവിടെ നിങ്ങൾക്കൊരു എക്സാമ്പിൾ തന്നിരിക്കുന്നത് ഇങ്ങനെയാണ്, ഷീ ടോക്ക്ഡ് ടു ദ പുവർ ലേഡി. അതല്ല ശരിക്കും നമ്മളോട് പറഞ്ഞ എന്താണ്? ഇഫ് ദി അഡ്വേർബ്സ് സ്റ്റുപ്പിഡ്ലി, ജനറസ്ലി, ഫൂളിഷ്ലി, കൈൻഡ്ലി ഇങ്ങനെയുള്ള ക്യാരക്ടേഴ്സ് വരുമ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? വെർബ് പ്ലേസ്ഡ് there occurs a change in meaning if it is placed after the verb or object. നമ്മൾ എന്ത് ചെയ്യേണ്ട? പ്ലേസ്ഡ് ബിഫോർ ദ വെർബ്. ഇവിടെ ഷീ ടോക്ക്ഡ്, ഇതാണ് നമ്മുടെ വെർബ്. ഇതിനു മുമ്പിലാണ് ഇവിടെ അഡ്വർബ് ചേർത്തത്. ശ്രദ്ധിച്ചോ നിങ്ങൾ? അതാണ് ഇവിടെ പറഞ്ഞത്. ഇങ്ങനെയുള്ള ക്യാരക്ടേഴ്സ് വരുമ്പോൾ നമ്മൾ വെർബിന്റെ ബിഫോർ ദ വെർബാണ് അഡ്വർബ് ഉപയോഗിക്കേണ്ടത്. ഇവിടെ ഇതാണ് വെർബാണ് ടോക്ക്ഡ്. ഓക്കെ, ഇതിന് മുമ്പിലാണ് നമ്മൾ അഡ്വർബ് ഉപയോഗിക്കേണ്ടത്. കൈൻഡ്ലി. കണ്ടോ? ഇത് പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. അഡ്വർബ് ADV. Oh, ADV. Oh, it is very difficult to write with mouse. All right. അപ്പൊ നമ്മളിവിടെ വെർബിന് മുമ്പിലാണ് അഡ്വർബ് ഉപയോഗിച്ചത് ഇങ്ങനെയുള്ള ക്യാരക്ടറിനെ സൂചിപ്പിക്കുന്ന സെന്റൻസുകളിൽ. നെക്സ്റ്റ് വൺ, ദി adverbs of manner, badly and well are placed before the verb or the object in the active voice and before the past participle in the passive and active voice. അത് സെപ്പറേറ്റ് ഉണ്ട്. അപ്പൊ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തു തരാം അതെന്താന്ന്. പാസീവ് ആൻഡ് ആക്റ്റീവ് വോയിസ് അത് നമ്മളിപ്പോ ചിന്തിക്കുന്നില്ല. നമ്മൾ അതേക്കുറിച്ചൊന്നും ഇപ്പോൾ വറീഡ് ആകണ്ട. നമ്മൾ ഒന്ന് മനസ്സിലാക്കുക. അഡ്വർബ് ഓഫ് മാനർ, ബാഡ്ലി ആൻഡ് വെൽ. ഇത് മാനർ ആണ്. ബാഡ്ലി ആൻഡ് വെൽ. ബാഡ്ലി ആൻഡ് വെൽ ആർ പ്ലേസ്ഡ് ബിഫോർ ദ verb or the object in the active voice and before the past participle in the passive. Active voice before the object, passive voice before the past participle ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. She treated her friend. Treated ആണ് ഇവിടുത്തെ വെർബ്. ഫ്രണ്ട് ആരെയാ? ഫ്രണ്ടിനെ ബാഡ്ലി. ഇവിടെയാണ് ഇത് വരുന്നത്. അതേസമയം ഈ സെന്റൻസ് നിങ്ങൾ കണ്ടോ? ഹർ ഫ്രണ്ട് വാസ് ബാഡ്ലി ട്രീറ്റഡ്. ഇവിടെ കണ്ടോ? അതിന്റെ ഇത് പാസീവ് ആണ്. പാസീവ് വരുമ്പം ഇതിന്റെ പാസ്റ്റ് പാർട്ടിസിപ്പിളിന്റെ ബിഫോർ ആയിട്ട്. ഇവിടെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഏതാണ്? ഫ്രണ്ട് വാസ് ബാഡ്ലി ട്രീറ്റഡ്. ഓക്കെ, ഫ്രണ്ട് വാസ് badly treated. Was badly treated. ഇവിടെയാണ് ഇങ്ങനെയാണ് ഇതില് ഇങ്ങനെയുള്ള സെന്റൻസിൽ ഇങ്ങനെയാണ് നമ്മൾ അഡ്വർബ്സ് ഉപയോഗിക്കേണ്ടത്. ഓക്കെ, ഞാൻ ഇവിടെ നിർത്തുകയാണ്. അടുത്ത ക്ലാസ് ഞാൻ ഉടനെ കണ്ടിന്യൂ ചെയ്യാം. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് കരുതുന്നു. ഞാൻ നല്ല സ്ലോ ആയിട്ടാണ് ഈ ക്ലാസ്സുകൾ പോകുന്നത്. കാണാതെ നന്നായിട്ട് മനസ്സിലാക്കി തന്നെ പോകണം കേട്ടോ. എല്ലാവർക്കും എല്ലാവിധ ആശംസകളും നേരുന്നു.
അപ്പൊ നന്നായിട്ട് പഠിക്കണേ പ്ലീസ്. നന്നായിട്ട് മനസ്സിലാക്കി തന്നെ പഠിക്കുക കേട്ടോ. എന്നിട്ട് അത്യാവശ്യം സമയം കിട്ടുമ്പോഴൊക്കെ വായിക്കുക. ഇംഗ്ലീഷ് നന്നായിട്ട് വായിക്കുക. അപ്പൊ നിങ്ങൾ ഇംഗ്ലീഷിന് നല്ല എക്സ്പേർട്ട് ആകും. നല്ല രസം എല്ലാവരെയും എക്സ്പേർട്ടായി കാണാനും നന്നായിട്ട് സംസാരിക്കുന്നതൊക്കെ കേൾക്കാനും. അപ്പൊ അത് ആഗ്രഹമാണ് എല്ലാവരുടെയും. അപ്പം ഓൾ ദ ബെസ്റ്റ്. ഓക്കെ, ഐ വിൽ സീ യു ഇൻ ദ നെക്സ്റ്റ് ക്ലാസ്.